നമസ്കാരം. നമസ്കാരം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിച്ചമായ നിലപാടുണ്ടാകുമ്പോൾ രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയൊക്കെ ചെയ്യും. പക്ഷെ സീറ്റ് കിട്ടിയിട്ടില്ല, എനിക്ക് സ്ഥാനം തന്നില്ല എന്ന് പറഞ്ഞു നടക്കുന്നവർ അവർ രാഷ്ട്രീയക്കാരല്ല, അവർ അധികാരമോഹികളാണ്. പിന്നെ ആര് ഈ അധികാരമോഹത്തിന്റെ പഴയകാല നേതാക്കന്മാരെ ഈ മഹത്വം എന്ന് പറഞ്ഞ ആരും നടക്കണ്ട. EMS നമ്പൂതിരിപ്പാട് കോൺഗ്രസ്സുകാരനായിരുന്നില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നപ്പോൾ 2 സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. എന്റെ അറിവ് ശരിയാണെങ്കിൽ കൽക്കത്തയിലും ബോംബെയിലും വെച്ച 2 സമ്മേളനം എവിടെയാണ് ജനങ്ങൾ കൂടുതലെന്ന് അവിടെ നോക്കിയല്ലേ EMS നമ്പൂതിരിപ്പാട് മാറിയത്. ശ്രീ ബാലകൃഷ്ണൻ, ഈ താങ്കൾ ഈ പല കാര്യങ്ങളും പറയുമ്പോൾ അതിന്റെ ഒരു ഭാഗവും അരികും മൂലയും വെച്ച് പറയരുത്. EMSനെ പോലെ ഒരു നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവച്ച കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ, ഈ പാർട്ടി നാളെ അധികാരത്തിൽ വരും എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാളുമല്ല. EMS കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നടപ്പാവണം, എല്ലാവർക്കും പാവപ്പെട്ട മനുഷ്യർക്കടക്കം വിമോചനം ഉണ്ടാവണം എന്നുള്ള ഒരു വലിയ സ്വപ്നം കണ്ട് ഈ പാർട്ടി കെട്ടിപ്പടുക്കാൻ ആ കാലത്ത് അധികാരം പോയിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ നിന്ന് ഒരു നേതാവാണ്. അവരെയും ഈ കാലത്ത് പാർട്ടി ഏതെങ്കിലും MLA സ്ഥാനം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ MP സ്ഥാനം കിട്ടാൻ വേണ്ടി മന്ത്രിസ്ഥാനം കിട്ടാൻ വേണ്ടി പാർട്ടി ചാടുന്ന നേതാക്കളെ തമ്മിൽ നിന്ന് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അത് ചരിത്രത്തോടൊക്കെ കാണിക്കുന്ന വലിയ നിഷേധമാണ്. ഞാൻ സാറിനോട് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്തിനാ 2 യോഗത്തിലും പങ്കെടുത്തത്? അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് പാർട്ടി ആയിരുന്നു. അന്ന് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്നതും ഇന്ത്യൻ്റെ സ്വാതന്ത്ര്യ പോരാളികളും ദേശസ്നേഹികളും ഒക്കെ അന്ന് കോൺഗ്രസിലായിരുന്നു. ആ കോൺഗ്രസിനെ കൊണ്ട് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളുടെ വിമോചനം സാധ്യമാകില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അക്കാര്യത്തിൽ ഏറ്റവും നല്ല ആശയം കമ്മ്യൂണിസ്റ്റ് ആശയമാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുക്കുകയും ആ പാർട്ടി ഏറ്റവും അടിത്തട്ടിൽ നിന്ന് 5 or 6 പേരുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് കേരളത്തിൽ അധികാരത്തിലെത്തിക്കുന്നത് വരെ ആ പാർട്ടിയെ വളർത്തുകയും ചെയ്തൊരു നേതാവാണ്. അല്ലാതെ ഈ നാളെ അധികാരത്തിലേറാം എന്ന് കണ്ട് മുഖ്യമന്ത്രിയാകാം എന്ന് കണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്ന ആളല്ല EMS. താങ്കൾ അതാ പറഞ്ഞത്, ഓരോ ആളുകളെയും വിലയിരുത്തുമ്പോൾ അവരുടെ നിലവാരം വെച്ച് അവരുടെ അളവ് വെച്ച് വിലയിരുത്തണം. അല്ലാതെ ഇപ്പോഴത്തെ 4 നേതാക്കളെ കണ്ടുകൊണ്ട് EMS അതുപോലെ ആയിരുന്നു പറയാൻ കഴിയുമോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അത്ര ആദർശധീരനാണെങ്കിൽ അദ്ദേഹത്തിന് 2 യോഗങ്ങളും 64 അതാ പറഞ്ഞത് ശ്രീ ബാലകൃഷ്ണൻ. ഒരാൾ ഒരു ഇന്ത്യയിലേക്ക് ഒരു പുതിയ ലോകത്തുണ്ടായിരുന്ന മറ്റൊരാശയം കേരളത്തിൽ കൊണ്ടുവന്ന് നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ഒരാൾ മറ്റൊരു പാർട്ടിയിൽ മെമ്പർ ആയിരുന്നു, അത് ശരിയാണ്. അത് EMS ഇതെല്ലാം തുറന്ന് വളരെ വിശാലമായി എഴുതിയിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ചൊക്കെ താങ്കൾ ഈ ഒരാളെ കുറിച്ച് പറയുമ്പോൾ EMSനെ പോലെ ഒരു നേതാവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എന്തും വിളിച്ചു പറയുന്നത് ഇപ്പോൾ ഈ പുതിയ വാട്സാപ്പ് കാലത്തെ ആളുകളെ പോലെ എന്ത് പറഞ്ഞാലും നെഹ്റുവിന്റെ തലയിലേക്ക് കെട്ടിവെക്കുക എന്നൊക്കെ പറയുന്ന പോലെ അത്തരം നേതാക്കളൊക്കെ വലിയ പ്രകാശ ഗോപുരങ്ങളായി നിൽക്കുന്ന നേതാക്കളാണ്.